മുന്തിരി വൈൻ ഉണ്ടാക്കി കടലിൽ സൂക്ഷിച്ചാലോ? അങ്ങനെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു 10 കിലോ മുന്തിരി എത്തിച്ചിട്ടുണ്ട്. ഈ 10 കിലോ മുന്തിരിയും നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനായിട്ടൊരു ബക്കറ്റ് എടുത്ത് അതിൽ നിറച്ച് നമ്മൾ മുന്തിരി ഇട്ട് നിറച്ചു കൊടുത്തു. അതിനുശേഷം നല്ല ചൂടുവെള്ളം ഒഴിച്ച് നന്നായി കഴുകി ഫ്രഷ് ആക്കി എടുത്ത മുന്തിരി നമ്മൾ തോരാൻ വെച്ചു. അതിനുശേഷം ഒരു ബക്കറ്റിലേക്ക് നമ്മൾ ഇതെല്ലാം ഇറുത്തിട്ടു. 1 കിലോ മുന്തിരിക്ക് 1 കിലോ പഞ്ചസാര എന്ന രീതിയിൽ നമ്മൾ ലെയറായി ബക്കറ്റിനകത്തിൽ നിറയെ മുന്തിരിയും പഞ്ചസാരയും ഇട്ട് മിക്സ് ചെയ്തെടുത്തു. അടുത്തതായി നമ്മൾ കരുതി വെച്ച ഗോതമ്പ്, കാതിരിപ്പൂവ്, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം ഇട്ട് നല്ല ചൂടുവെള്ളം മുന്തിരിക്ക് സമമായി ഒഴിച്ചു കൊടുത്തു. റിയാക്ഷൻ വേഗത്തിലാക്കാൻ വേണ്ടി അല്പം ഈസ്റ്റൂടെ ചേർത്ത് ബക്കറ്റ് അടച്ച് കുറച്ച് ദിവസം വീട്ടിൽ സൂക്ഷിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുളിക്കാൻ വെച്ച മുന്തിരി നമ്മൾ പുറത്തെടുത്ത് മുന്തിരിയും ചാറും സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്. പുളിപ്പിച്ച മുന്തിരി നമ്മളൊരു വെള്ളത്തോർത്തിലാക്കി പിഴിഞ്ഞ് ഒരു ബീക്കറിലേക്ക് അതിൻ്റെ നീരെടുത്തു. അങ്ങനെ നമ്മൾ വേർതിരിച്ചെടുത്ത നല്ല മുന്തിരി ചാറ് നമ്മൾ പല കുപ്പികളിലാക്കി നിറച്ച് കോർക്ക് വെച്ച് അടച്ച് നല്ല ഭദ്രമാക്കി. അടുത്ത സ്റ്റെപ്പ് ഇത് കടലിൽ കുഴിച്ചിടുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മളൊരു കടൽ തീരത്തെത്തി. ഈ കടൽ തീരത്തൊരു കുഴി കുഴിച്ച് അവിടെയാണ് നമ്മളിത് കുഴിച്ചിടുക. അങ്ങനെ അധികം ആരുടെയും കണ്ണിപ്പെടാത്ത രീതിയിൽ ഒരു സ്ഥലം കണ്ടെത്തി നമ്മളൊരു അടയാളം സെറ്റ് ചെയ്ത് അവിടെ നമ്മൾ ഈ മുന്തിരി വൈൻ കുഴിച്ചിട്ടു. അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് പുറപ്പെടാൻ പോവാണ്. അപ്പോൾ ഇനി ഇവിടെ അധികം നിന്ന് കറങ്ങണ്ട. കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് മന്തിക്കൊണ്ട് പോകും. അപ്പോൾ നേരെ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാം. 24-ാം തീയതി ക്രിസ്മസിൻ്റെ തലേന്ന് നമ്മൾ ഇവിടുന്ന് എടുക്കുന്നതായിരിക്കും.